ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇവിടെ സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് റോസ്റ്റ് ചെയ്ത സേമിയാണ്. സേമിയ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കുഞ്ഞ് നേരിയ സേമിയുണ്ട്, അതുപോലെ തന്നെ തടിച്ച സേമിയുണ്ട്. ഞാനിവിടെ നേരിയ സേമിയ എടുത്തത്, അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് പായസം വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഒരു ചെറിയ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ സേമിയ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അത് ഞാൻ ഒരു ക്യാരറ്റ് മുഴുവനും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. സേമിയ റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ ആദ്യം ഒന്ന് ഇതിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടാകുമ്പോൾ പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ സേമിയ റോസ്റ്റ് ചെയ്തതായതുകൊണ്ട് ഞാൻ പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനും. ഇതാ ഞാനൊന്ന് ക്യാരറ്റ് ഒന്ന് ചെറുങ്ങനൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പായസം ഇഷ്ടമില്ലാത്തവരെന്തായാലും കുറവായിരിക്കും. പായസം എല്ലാവരും എന്ത് വിശേഷം ഉണ്ടായാലും പായസമാണ് മുന്നിൽ വെക്കുന്നത്. അപ്പം സേമിയ പായസം, പ്രഥമൻ, ഇങ്ങനെ കുറേ തരമുണ്ട്. എന്നാലും എല്ലാവരും സിമ്പിളിൽ വേണ്ടിയിട്ട് സേമിയ പായസം തന്നെയാണ് അധികം ഉണ്ടാക്കൽ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരെന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റിയാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. ക്യാരറ്റ് ചേർക്കുമ്പം ഈ സേമിയ പായസത്തിന് വെറൈറ്റി ഒരു കളറും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 പാക്ക് പാലാണ്. 1/2 ലിറ്ററിൻ്റെ 2 പാക്കറ്റ് പാല്. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര നമുക്ക് എത്രയും വേണമെന്ന് വെച്ചാൽ അതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പഞ്ചസാര കുറച്ചിട്ട് മിൽക്ക് മെയ്ഡ് മാത്രം ചേർക്കുന്നെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. പാലൊഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നല്ല നല്ല റെസിപ്പികൾ ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതവിടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നില്ല, മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് പഞ്ചസാര വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക, പിന്നെ മിൽക്ക് മെയ്ഡെല്ലാം ഒഴിച്ചിട്ടാകും. പിന്നെയും വേണമെങ്കിൽ പഞ്ചസാര പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം വിഷുവിനെല്ലാം നിങ്ങൾ പിന്നെ ഇതുപോലെ സേമിയ പായസം വെക്കുന്നെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരിക്കൽ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇങ്ങനെ തന്നെ വീണ്ടും പിന്നെ ഉണ്ടാക്കി നമ്മൾ കുടിക്കും. പിന്നെ നമ്മുടെ പായസത്തിൻ്റെ താരം ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ പിന്നെ പായസം ഇല്ല എന്നാണ്. ടേസ്റ്റ് കൂട്ടുന്നത് തന്നെ ഏലക്കപ്പൊടിയാണ്. അപ്പോൾ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്ത് പാല് പിന്നെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആ സേമിയയും കൂടി ഇട്ട് കൊടുക്കാം. സേമിയം നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ആക്കാം. പിന്നെ ഇതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താലാണ് പായസത്തിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. നല്ല ടേസ്റ്റാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഇതാ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഫ്രൈ പാനിൽ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓൾറെഡി ആദ്യം പായസത്തിന് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് നെയ്യ് ആവശ്യമില്ല, അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്തില്ലോ. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടാകുമ്പോൾ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബായ്.